എല്ലാവർക്കും എൻ്റെ സ്നേഹവും നമസ്കാരങ്ങളും. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ലാപ്ടോപ്പ് മാർക്കറ്റിലേക്ക് വന്ന ഒരു കാലം എൻ്റെ ചിറ്റയുടെ മകൻ ആ ബിസിനസ് എടുത്തു. അവൻ US പോയി പഠിച്ച് വന്ന് MBA ഒക്കെ എടുത്തതിന് ശേഷമാണ് ഈ ബിസിനസ് തുടങ്ങിയത്. പക്ഷെ അവൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് തിരിച്ചും US പോകാനായിട്ട് വേറെ എന്തോ ഒരു പഠിപ്പിൻ്റെ കാര്യമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ചേട്ടൻ ദയവ് ചെയ്ത് ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ലീവ് എടുക്കണം, ഞാൻ അതിനുള്ളിൽ പോയിട്ട് വരാം. ഈ ബിസിനസ്സിൽ 10-20 പേര് ജോലിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ നല്ല ബിസിനസ്സുള്ള സമയമാണ്, ഞാൻ പോകാതെ വയ്യ. ചേട്ടൻ ഒന്ന് ലീവ് ഇട്ടിട്ട്, ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ലീവ് ഇട്ടിട്ട് എൻ്റെ ബിസിനസ് ഒരു 10 ദിവസത്തേക്ക് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ലാപ്ടോപ്പൊക്കെ ബിസിനസ് ഒന്നും എന്താ എൻ്റെ ലൈൻ അല്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു ചേട്ടാ ഞാൻ എല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ എനിക്ക് ആ ക്ലാസ്സൊക്കെ എടുത്തു. അപ്പോൾ ചേട്ടൻ ഇത്രയൊക്കെ കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ ചേട്ടൻ നോക്ക്, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നിൽ കുറേ വിശ്വാസമുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാളും നമുക്കുള്ളിലുള്ള ഒരു ആത്മധൈര്യത്തെക്കാളും നമ്മളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നതിനേക്കാളും അധികം നമ്മളെപ്പറ്റി മറ്റുള്ളവർ അറിഞ്ഞിരിക്കുന്നുള്ളതൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ എനിക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളെക്കാളും നമ്മളെ മറ്റുള്ളവർക്ക് വേണം അല്ലേ? അതൊക്കെ എൻ്റെ ചിറ്റയുടെ മോൻ്റെ സ്നേഹം കണ്ട് ഞാൻ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ അവൻ അമേരിക്കയ്ക്ക് പോയി. ഞാൻ 10 ദിവസം ലീവ് ഇട്ടിട്ട് ഇവൻ്റെ ജോലി സ്ഥലത്ത് അങ്ങനെ പോകും. അപ്പം ഞാൻ മെയിനായിട്ട് കൊച്ചു ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ സെയിൽസ് മാനേജേഴ്സൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്യണം പറഞ്ഞ് കാലത്തെ മീറ്റിംഗ് കഴിയും. അപ്പം ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തത് ഒരു ഹ്യൂജ് ഓർഡർ ഉണ്ടായിരുന്നു, 100-150 ലാപ്ടോപ്പ്. ഒരു ലാപ്ടോപ്പിനൊക്കെ 2.5 ലക്ഷം 3 ലക്ഷമുള്ള വില ഉള്ള സമയമാണത്. ഇപ്പോഴൊക്കെ വളരെ വില കുറഞ്ഞ വില കിട്ടുന്നുണ്ടല്ലോ. അപ്പോഴൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ്, ഇവിടെ ഒന്നും ഇന്ത്യയിലൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അധികം ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ തനിച്ച് ഡിവിഷനൊക്കെ ചെയ്യുന്നത്, അതൊക്കെ കാലത്തെ മീറ്റിംഗ് വൈകുന്നേരം മീറ്റിംഗ് ഒക്കെ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു ഓർഡർ മാത്രം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തു. അപ്പോൾ ഞാൻ നേരെ പോയി ചെന്നൈയിലെ ഏറ്റവും വലിയൊരു കോളേജാണ്, അവിടെ ഒരു മലയാളി അച്ഛനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, മലയാളി അച്ഛനല്ലേ, നമ്മൾ പോയി സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഓർഡർ വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ പോയി. അപ്പോൾ അച്ഛൻ ഞാൻ ലൈനിലെടുത്ത് മലയാളിയാണെന്നൊക്കെ ഞാൻ അറിയിക്കാനൊക്കെ പോയ സെക്രട്ടറിയോടൊക്കെ സംസാരിച്ചിട്ട്. അതിനൊന്നും അവിടെ ഒരു പ്രസക്തിയുമില്ല, മലയാളിക്കും ഒന്നും ഒരു പ്രസക്തി ഒന്നുമില്ല. എല്ലാവരും ലൈനിൽ നിൽക്കണം, അദ്ദേഹത്തോട് പോയി സംസാരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. സാറേ, ഞാനും ഇവിടെ ചെന്നൈയിലുള്ള ആളാണ്, അങ്ങനെയാണത് എന്തൊക്കെയോ ബിസിനസ് നടക്കാനായിട്ടുള്ള വലിയ ചാതുര്യമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ നോക്കി. അദ്ദേഹം എല്ലാം അങ്ങനെ വളരെ സൈലൻ്റായിട്ട് എന്നെ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുകയാണ്, ഇടയ്ക്കൊന്നും സംസാരിക്കുന്നില്ല. നല്ലൊരു കൊട്ടേഷൻ ഉണ്ടല്ലോ, എ ഗുഡ് ലിസണർ ഈസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ഈസ് എ ഗുഡ് ലിസണർ എന്ന്. ഒരു നല്ല ആശയവിനിമയം നടത്താൻ കഴിവുള്ള ആൾ ആരാന്ന് വെച്ചാൽ മറ്റുള്ളവർ സംസാരിക്കുന്ന ക്ഷമയോടെ കേൾക്കുന്ന ഒരാൾ. അതാണ് അദ്ദേഹം അവിടെ പ്രായോഗികമായിട്ട് ചെയ്തിരുന്നത്. അദ്ദേഹം 2-3 PhD എടുത്ത ആളാണ്. എനിക്കതൊന്നും അപ്പോൾ അറിയില്ല. ഡോക്ടർ എന്ന് ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു, വീട്ടുപേരുണ്ടായിരുന്നു. ചെറുപ്പാണല്ലോ, അത്രയൊന്നും ആലോചിക്കാനൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു ഓർഡർ കിട്ടണം, കുട്ടികൾക്ക് വാശിയുള്ളതുപോലെ. അങ്ങനെ അച്ഛൻ എനിക്ക് എങ്ങനെയെങ്കിലും ഓർഡർ തരണം. എന്താണ് സുരേഷ് പറയുന്നത്? കുറച്ചൊന്ന് ആലോചിച്ചുകൂടെ? നോക്കൂ, 20 പേര് കൊട്ടേഷൻ തന്നിട്ടുണ്ട്. സുരേഷ് ഇന്നലെയാണ് വന്നത്. ഇന്നലെ കാലത്ത് വന്നു, ഉച്ചയ്ക്ക് വന്നു, വൈകുന്നേരം വന്നു. ഇന്ന് കാലത്തും സുരേഷ് വരുന്നു. അപ്പോൾ ഞാൻ നോക്കണ്ടേ? ഇതൊക്കെ നോക്കണം, പഠിക്കണം. ആരാണ് വില കുറവ് തന്നിട്ടുള്ളത്, ബ്രാൻഡിങ്ങിനെ പറ്റിയൊക്കെ നോക്കണം. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്നു പറഞ്ഞു, എനിക്കും ലാപ്ടോപ്പിനെ പറ്റി അത്ര അറിയില്ല. സുരേഷും നിഷ്കളങ്കമായി പറഞ്ഞു, അതിനെപ്പറ്റി അറിയില്ല, അനുജൻ്റെ ബിസിനസ്സാണ്, ചിറ്റയുടെ മോൻ്റെ ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഓടിച്ചാടി ഓർഡർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി അച്ഛാ, ഞാൻ നാളെ വരാം. എന്തിനാണ് നാളെ വരുന്നത്? എല്ലാം തന്നല്ലോ, കൊട്ടേഷനൊക്കെ തന്നല്ലോ. അല്ല അച്ഛാ, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഓർഡർ എനിക്ക് വേണം, എൻ്റെ അനുജൻ്റെ ബിസിനസ്സാണ്. നിനക്ക് എത്ര പണം കിട്ടും? എനിക്കൊന്നും കിട്ടില്ല. പക്ഷേ എൻ്റെ ചിറ്റയുടെ മോനിൽ അവനൊരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. ഞാനൊക്കെ ജോലിക്കൊക്കെ കയറി കുറച്ച് കൊല്ലങ്ങളായി. പക്ഷേ എൻ്റെ അനുജൻ ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. അവൻ അമേരിക്കയൊക്കെ പോയി പഠിച്ചിട്ടൊക്കെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ബിസിനസ് കിട്ടിയാവും കുറച്ചൊരു പച്ച പിടിക്കും, അതുകൊണ്ടാണ് അവൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഞാൻ സംസാരിക്കുന്നുണ്ട്. അച്ഛനൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഉൾക്കൊണ്ട പോലെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മിക്ക ദിവസം പോകും. ചിലപ്പോൾ അദ്ദേഹം റെസ്റ്റ് എടുക്കാമെന്ന് പറയും, ചില ദിവസം അദ്ദേഹം കാപ്പി കുടിക്കാൻ പോയി എന്ന് പറയും, തിരിച്ചു വരും. പക്ഷേ ഞാൻ എൻ്റെ കാർഡ് അവിടെ വെച്ചിട്ട് വരും, ഞാനിങ്ങനെ വന്നിട്ട് പോയി എന്ന്. അങ്ങനെ
ഒരു ദിവസം എട്ടാമത്തെ 9th ഡേ ആണെന്ന് തോന്നുന്നു, ഞാൻ അവിടെ ഇങ്ങനെ ഈ ഓർഡറിൻ്റെ പിന്നിൽ മാത്രം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 3 മണി ഉണ്ടാവും, 2:30 മണി 3 മണി ഉണ്ടാവും. അപ്പോൾ ഞാൻ വേറൊരു രണ്ട് കസ്റ്റമറിൻ്റെ അപ്പോയിൻമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട്, സെയിൽസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെ ഇങ്ങനെ അവിടെയൊക്കെ ചുറ്റി അടിക്കണം. അങ്ങനെ ഞാനപ്പോൾ ആഹാരം കഴിച്ചില്ല. അന്ന് കാലത്ത് ഞാൻ എന്തുകൊണ്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഹറിയിൽ പുറപ്പെടുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല, കോഫി മാത്രം കഴിച്ചിട്ടാണ് പുറപ്പെട്ടത്. ഇടയ്ക്ക് നല്ല, അപ്പം മെയ് മാസത്തിൽ ചെന്നൈയിൽ നല്ല ചൂടാണ്, കാറിലൊക്കെ പോയി AC-ലൊക്കെ പോയാലും നല്ലപോലെ വേർക്കും, നല്ല ക്ഷീണിക്കും. അപ്പം ഞാനിതൊന്നും അറിഞ്ഞില്ല, അങ്ങ് വല്ലാതെ എനിക്ക് നല്ല വിശപ്പ്. ഞാൻ എപ്പോൾ ഒരു നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് ഇങ്ങനെ ഓർഡർ കൊടുത്തത്, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഫുഡ് ഇങ്ങനെ ഓർഡർ കൊടുക്കണം. അപ്പോൾ അച്ഛൻ്റെ ഫോൺ, സുരേഷ് ഒരു 5 നിമിഷത്തിലൂടെ എത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റില്ല അച്ഛോ, ഞാനിവിടെ എങ്ങനെയും അരമണിക്കൂറാകും, ഞാൻ എത്ര സ്പീഡിൽ വന്നാലും അരമണിക്കൂറാകും. അല്ല, ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ 4-5 പേര് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ സുരേഷും ഉണ്ട്, സുരേഷിൻ്റെ കമ്പനിയുണ്ട്, ഒന്ന് വന്നാൽ കൊള്ളാം. ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. സാർ എടുത്തിട്ട് വരട്ടേന്ന് ചോദിച്ചു. വേണ്ട, ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്തോളൂ പറഞ്ഞു. ഞാൻ പൊതുവെ വിശപ്പ്. ഞാൻ പോകുമ്പോഴേക്കും ആ കമ്മിറ്റിയുടെ മീറ്റിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാൻ വല്ലാതെ വിഷമിച്ചു, എനിക്ക് വല്ലാണ്ട് വേർത്തു. ഒന്നും ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല, പിന്നെ ഈ ചുട്ടുപൊടിഞ്ഞ ചൂടിൽ ഞാൻ വേർത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്, നല്ല ക്ഷീണം. വിശക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാൻ പോകുന്ന സമയത്ത് ആഹാരവും ഞാൻ കഴിച്ചില്ല. പിന്നെ അവിടുന്ന് വേഗം വളരെ പറന്ന് വന്നു സ്ഥലത്തേക്ക്. നമുക്ക് വന്ന കാര്യവും നടന്നില്ല. അപ്പം ഞാൻ ആകെ തളർന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇതൊക്കെ നടന്നു, ഫാദർ എവിടെയെന്ന് ചോദിച്ചാൽ ഉള്ളിലുണ്ടെന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ ക്യാബിനിലൊന്നും AC ഇല്ല, വെയിറ്റ് ചെയ്യുന്ന ഏരിയയിൽ AC ഫാൻ ഉണ്ടായിരുന്നു, കുറച്ച് സ്പീഡായിട്ട് വെച്ച് ഞാൻ അങ്ങനെയായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. കൊച്ചുകുട്ടി പോയി ഉറങ്ങി, കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന പോലെ ഞാൻ അങ്ങോട്ട് ഉറങ്ങി. ഒരു 5 നിമിഷം 10 നിമിഷം പെട്ടെന്ന് ഞാൻ ഉറങ്ങുന്നു. കസ്റ്റമർ പ്ലേസിൽ ഒന്നും ചെയ്യാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ലല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് ഈ അച്ഛൻ നിൽക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല, സുരേഷ് എൻ്റെ കൂടെ വരുമെന്ന്. അപ്പം ഞാനെന്ത് വിചാരിച്ചു, കമ്മിറ്റിക്കാരോട് കൂടി തിരിച്ചും എന്നെ എടുത്തിട്ട് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ബിസിനസ് തരാനായിട്ടാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് എന്നൊക്കെ. അവിടുന്ന് ഈ അച്ഛന്മാർക്ക് മാത്രം കഴിക്കാനുള്ളൊരു ക്യാൻറ്റീൻ ഉണ്ട്, വളരെ റിച്ചായിട്ടുണ്ടാവും അവിടെ നാട്ടിലത്തെ അപ്പം എന്തൊക്കെയോ ഉണ്ടല്ലോ, എനിക്കറിയാം, കള്ളപ്പം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ, നാട്ടിലത്തെ പല ഐറ്റമും അവിടെ ഉണ്ടാവും. അധികം മലയാളികളാണ് അച്ഛന്മാരവിടെ, റിട്ടയർഡായ അച്ഛന്മാർ, എല്ലാവരും അവിടെ താമസിക്കുന്ന അച്ഛന്മാർ. ഞാൻ നോക്കിയപ്പോൾ ഈ വൈറ്റിൽ ലോഹം ഇട്ടിട്ടുള്ള ഒരു 10-40 അച്ഛന്മാർ, അതിന് ഞാൻ മാത്രമാണ് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു പയ്യൻ. അപ്പോൾ എല്ലാവരോടും എന്നെ പരിചയപ്പെടുത്തുന്നത് സുരേഷാണ്, മലയാളിയാണ്, പുള്ളിക്കാരനെ പറ്റിയുള്ള കുറേ നല്ല കാര്യങ്ങളൊക്കെ അച്ഛൻ മനസ്സിലാക്കിയതൊക്കെ അങ്ങനെയൊക്കെ പറയുന്നു. എന്നെപ്പറ്റിയൊക്കെ നന്നായി പറയുന്നുണ്ടല്ലോ ഇയാൾ, എനിക്ക് ഓർഡർ കിട്ടി തന്നാൽ മതിയായിരുന്നു, എന്നെപ്പറ്റി ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു അച്ഛൻ ഒന്നും വേണ്ട, എന്താണ് എന്നെ ഇവിടെ കൊണ്ടുപോകുന്നത്, ഞാൻ ഉള്ളിലേക്കൊന്നും വരുന്നില്ല, സുരേഷ് വരൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് എനിക്ക് കുറേ എന്തൊക്കെയോ എനിക്ക് പേരറിയാത്ത കുറേ ആഹാര പദാർത്ഥങ്ങളെല്ലാം കൊണ്ടുവന്ന് സുരേഷിവിടെ കഴിക്കുന്നു. അപ്പം ഞാൻ ഓർത്തു, ഇതെന്താണ് ഇദ്ദേഹം തരുന്നത്, എന്താണ് ഇവിടെ എന്നെ കൊണ്ടുവരുന്നത്, എന്തിനാണ് എനിക്കിവിടെ ആഹാരം തരുന്നത്, എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പണമുണ്ട്, കഴിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ ഒന്നും വേണ്ട അച്ഛൻ, ഞാൻ ഒന്നും കഴിക്കില്ല. സുരേഷ് ഇവിടെ നോൺ വെജ് ഒന്നുമില്ല, അതൊക്കെ വെജാണ്, ഞങ്ങളുടെ ചായ കുടിക്കുന്ന സമയമാണത്. എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു, ഞാൻ നല്ലപോലെ ആഹാരം കഴിച്ചു. പിന്നെ എന്താ പറയുക, ഒരു സ്വീറ്റ്സോ അങ്ങാണ്ടൊക്കെ എക്സ്ട്രാ ഒക്കെ വാങ്ങിച്ച് ഞാൻ കഴിച്ച് ചായ കുടിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു പുതിയ ലോകം കിട്ടിയ പോലെ. അത് കഴിഞ്ഞ് തിരിച്ചും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ തോളിൽ കൈയിട്ട്, മോനെ ആഹാരമൊക്കെ നേരത്തിന് കഴിക്കണം പറഞ്ഞ് കുറച്ച് നേരം എന്നെ ഉപദേശിച്ചു. അപ്പോഴും ആ വയസ്സിലൊക്കെ നമുക്ക് ഉപദേശങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ, എങ്ങനെയെങ്കിലും ഈ ഓർഡർ കിട്ടിയാൽ മതി, എൻ്റെ അനിയന് കൊടുക്കണം. എന്നോട് ചോദിച്ചു, നീ ഇതിൽ എന്താണ് നല്ല ലാഭമൊക്കെ സമ്പാദിക്കുമോ? ഒന്നുമല്ല, അങ്ങനെയൊന്നുമില്ല, ഇതൊരു നിങ്ങളുടെ കോളേജിലേക്ക് ഇത്ര ലാപ്ടോപ്പ് സപ്ലൈ ചെയ്താൽ ഞങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓർഡർ കിട്ടുമല്ലോ, ലാഭം ഇല്ലാതില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കച്ചവടം സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ എത്തിയിട്ട് വാ നമുക്ക് ഉള്ളിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കവർ തന്നു. ആ കവർ തുറന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയാമെന്നറിയില്ല. ആ കാലത്ത് 2 ലക്ഷമുള്ള സമയത്ത്
80-90 ലാപ്ടോപ്പിനുള്ള ഓർഡർ എനിക്ക് കിട്ടി. അതിലൊരു 30% അഡ്വാൻസ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിഴലായിട്ട് കണ്ടു. നമ്മൾ ഹിന്ദു മതത്തിൽ അങ്ങനെ ക്ഷീണിച്ച് പരിചയപ്പെട്ടാണ് നന്ദിയൊക്കെ പ്രകടിക്കുമ്പോൾ ഞാനിങ്ങനെ ഇതിൽ കൂടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാൽവിയോ അതൊന്നും പാടില്ല, അല്ലല്ല അച്ചോ അനുഗ്രഹിക്കും അച്ചോ, വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എനിക്കിത് തന്നത്, എന്തുകൊണ്ടാണ് തന്നത്? ഞാൻ മീറ്റിങ്ങിൽ വന്നില്ലല്ലോ. മീറ്റിങ്ങിൽ വന്നില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ തന്ന കൊട്ടേഷൻ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ആലോചിച്ചു. കുറച്ച് സപ്ലൈസ് വന്നിരുന്നു. അപ്പോൾ പ്രൈസും അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷനും ഞങ്ങൾ ചോദിച്ച സമയത്ത് ഉത്തരം തന്നതിനും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വില കുറവ് മാത്രമല്ല, സുരേഷ് പറഞ്ഞത് ഞാൻ ഓർത്തു, വില കുറഞ്ഞത് വില കുറവ് മാത്രമാണോ ഒരു നല്ല ഐറ്റം വാങ്ങിക്കാനായിട്ടുള്ള ഒരു യാർഡ് സ്റ്റിക്ക്, ഒരളവുകോൽ. ഇത്രയൊക്കെ ഫാക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 പേജ് ലെറ്റർ സുരേഷ് അയച്ചത് ഞാൻ കമ്മിറ്റിയിൽ വെച്ചു. അപ്പോൾ നല്ല ക്വാളിറ്റിക്ക് നല്ല പ്രൈസ് കൊടുക്കണ്ടേ എന്നുള്ളതൊക്കെ സുരേഷ് ജസ്റ്റിഫൈ ചെയ്തിരുന്നു. അത് ഞങ്ങളുടെ കമ്മിറ്റിക്കാർക്ക് ഇഷ്ടപ്പെട്ടു. സത്യം ജയിക്കുള്ളൂ, താൻ ഈ ഓർഡർ കൊണ്ട് പോയിക്കോ, തൻ്റെ അനിയന് കൊടുക്കുക, തൻ്റെ അനിയനെ ഉടനെ ഫോൺ ചെയ്ത് അമേരിക്കയിലെ അറിയിക്കുന്നു പറഞ്ഞു. ഞാനും ഉടനെ എൻ്റെ ചിറ്റയ്ക്ക്, എൻ്റെ അമ്മയ്ക്കൊക്കെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു. അവന് ഫോൺ ചെയ്ത് പറഞ്ഞു, അവന് ചേട്ടൻ ഓർഡർ എടുക്കുന്നത് എനിക്ക് അറിയാൻ ചേട്ടാ എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞു. പക്ഷെ അവന് വളരെ ഇമോഷണലായി. എനിക്കിതൊന്നും ഓർഡർ കിട്ടിയതോ അല്ലെങ്കിൽ എൻ്റെ കഴിവൊന്നും അല്ല, എനിക്കറിയാം, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ ഓർത്തിരിക്കും തോന്നുന്നു. ഞാൻ 3 മണിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാണ്ട് തിരിച്ചു വന്ന് എനിക്ക് ആകെ അവശനായിട്ട് ഉള്ള സമയത്ത് എൻ്റെ മുഖം നോക്കിയിട്ട് ഞാൻ വിശപ്പുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? അമ്മയാണെങ്കിലോ ചിറ്റമ്മയാണോ അമ്മമ്മയോ ഒക്കെ ആണെങ്കിലും അവർ പിതാവൊക്കെ ആണെങ്കിലും അവർക്ക് മനസ്സിലാക്കി അദ്ദേഹം ആരാണ്. ഞാനിന്ന് ഉറങ്ങിപ്പോയി, ക്ഷീണിച്ചു കൂടി ഉറങ്ങിയിരിക്കാമല്ലോ. എൻ്റെ മുഖം കണ്ടിട്ട് ആഹാരം കഴിക്കുന്നു, വരൂ, ഞാൻ ഫുഡ് തരട്ടെ, അങ്ങനെ ഒന്നും പറയുന്നില്ല. സുരേഷ് എൻ്റെ കൂടെ വാ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഓർഡറിന് മുമ്പ് പറഞ്ഞതുപോലെ ഓർഡർ കിട്ടാനാണെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് അദ്ദേഹം എന്തിനാണ് എനിക്ക് ആഹാരം തന്നത്? എൻ്റെ മുഖത്തിലെ വിശപ്പ് അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു? കുറേ കാലം ഞാൻ ഓർക്കാറുണ്ട്. പലപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ മുഖത്തിൽ ക്ഷീണമൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അവൻ വിശപ്പോടുണ്ടെന്ന് അറിയാനായിട്ട് ഇപ്പോഴും എനിക്ക് കഷ്ടമാണത്. പക്ഷേ കുറേ അമ്മമാർക്കറിയാം. എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ പറയും, നീയും മോനും കഴിക്കേ. ഇല്ല ആൻറ്റി ഞാൻ കഴിക്കും. നീ കഴിച്ച് കുറേ ദിവസം നിന്നെ കഴിച്ച പോലെ ഇല്ല വായിരിക്കും എന്നൊക്കെ അമ്മ പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ മുഖത്തുള്ള വിശപ്പ് കാണാനുള്ള ഒരു മനസ്സ്, അത് ആണായാലും പെണ്ണായാലും ആരായാലും ആ മനസ്സിനെ അമ്മ മനസ്സ് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു. ശുഭദിനം നേരുന്നു.